കാളിക്കാവ് പിടവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും ഏപ്രിൽ 20 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം പ്രതിഷ്ഠാ ദിനം ഇത് രണ്ടും ഏപ്രിൽ 20 ഏപ്രിൽ 20 7 മണിക്ക് പൊങ്കാല നിവേദ്യത്തിൻ്റെ നടപടികൾ ആരംഭിക്കും. അതുകൂടാതെ അന്ന് പ്രതിഷ്ഠാ ദിനം ആയതുകൊണ്ട് തന്നെ വിശേഷാൽ പൂജകളും കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലുണ്ട്. ഈ പൊങ്കാലയ്ക്ക് ഇപ്പോൾ ഏകദേശം 500-ൽ പരം ബുക്കിങ്ങുകളായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും 7 മണിക്ക് മുൻപായിട്ട് ക്ഷേത്രത്തിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. 7 മണിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി തുടർന്ന് പൊങ്കാലയ്ക്ക് ബുക്ക് ചെയ്യുന്ന ആളുകൾ ഏപ്രിൽ 19 ഉച്ചയ്ക്ക് 1 മണി വരെ ബുക്കിംഗ് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. കഴിഞ്ഞ വർഷം ആ ക്ഷേത്രം തുടങ്ങിയ സമയത്ത് അതിൻ്റെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല ഉണ്ടായിരുന്നു. അന്ന് നിരവധി ഭക്തർ ഇതുപോലെ ആദ്യമായിട്ട് ഒരു പൊങ്കാല അനുഭവം ഈ നാട്ടിൽ ഉണ്ടായി. നമ്മൾ ആറ്റുകാൽ പൊങ്കാല, അതുപോലെ ചക്കുളത്തുകാവിൽ ഇങ്ങനെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ വളരെ വിപുലമായിട്ട് പൊങ്കാല ആഘോഷിക്കപ്പെടുന്ന ക്ഷേത്രമായി ശ്രീ കാളികാവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൊങ്കാല ഇടാൻ വരുന്നവർ കൊണ്ടുവരേണ്ടത് വിറക് മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ദേവസ്വം നൽകുന്നതാണ്. അതിന് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ക്ഷേത്രം ഭരണസമിതി ദേവസ്വം നൽകുന്നതാണ്. അവർ കൊണ്ടുവരേണ്ടത് വിറക് മാത്രമാണ്. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല സമർപ്പണത്തിനായി ഒരേ സമയം 1000-ലധികം ഭക്തർക്ക് പാർക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കാളികാവ് പൊങ്കാല കഴിഞ്ഞ പ്രാവശ്യം ചെറിയ രീതിയിൽ ചെയ്തു. ഇപ്രാവശ്യം 500-ൽ പരം ആളുകളുടെ ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രം ഉദ്ദേശിക്കുന്നത് 1000-ഓളം ആളുകളെ ചെയ്യാനുള്ള രീതിയിലേക്ക് അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നൊക്കെ പോലെ ആളുകൾ ട്രാവലറിലോ മറ്റു വാഹനങ്ങളിലൊക്കെ കൂട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ 500-ഓളം ബുക്കിംഗ് ആയതായും ഭാരവാഹികൾ അറിയിച്ചു. പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് വരുന്ന അമ്മമാർക്കും അവിടെ വരുന്ന ഭക്തർക്കും അവിടുത്തെ നാട്ടുകാരും എല്ലാവർക്കും നമ്മൾ കാലത്ത് പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തരും നമ്മുടെ നാട്ടുകാരും വിശ്വാസികളും കൂടി നമ്മുടെ ഈ പൊങ്കാല വളരെ ഭംഗിയാക്കുവാൻ എല്ലാവരുടെയും സഹകരണവും ഈ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. പൊങ്കാലയ്ക്ക് ഏപ്രിൽ 19 വരെ ബുക്കിംഗ് സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സെക്രട്ടറി ഷാജി AV, പ്രസിഡന്റ് അശോകൻ VV, വൈസ് പ്രസിഡന്റ് സുമേഷ് പിടവന്നൂർ, ജോയിന്റ് സെക്രട്ടറി പ്രബിൻ NR, രക്ഷാധികാരികളായ ബാലൻ K, ശിവൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രസാദ് കോട്ടേപ്പാട്ട്, ശ്രീധരൻ KC തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CNTV ചങ്ങരംകുളം.